പാഠം 848. ആരും പേടിക്കുന്ന കാലം. വില്ലേജ് ഓഫീസിലേക്ക് ബോംബെറിഞ്ഞ കേസിൽ പ്രതിയുടെ റിമാൻഡ് വീണ്ടും നീട്ടി. കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന സ്ഥലത്ത് വില്ലേജ് ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. ഏതാനും ദിവസത്തെ അന്വേഷണത്തിന് ശേഷം പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇന്നലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതിയിൽ വന്നപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ സർക്കാർ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. എങ്ങനെ എതിർക്കായിരിക്കും? വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ഓഫീസാണ്. ആ ഓഫീസ് ആക്രമിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ആളമുട്ടിയ ചേരയും കടിക്കും എന്ന് കേട്ടിട്ടില്ലേ മോഹനേട്ടൻ? അവിടെ സംഭവിച്ച അതാണ്. ഞാനും പത്രമൊക്കെ വായിക്കുന്ന ഒരാളാണേ. സ്വന്തമായി വാങ്ങിയ 15 സെന്റ് ഭൂമി പോക്കുവരവ് ചെയ്യാനായി 4 വർഷം വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും കാര്യം നടക്കാതെ വന്നപ്പോ അയാൾക്ക് തോന്നി ഓഫീസിന്റെ ആവശ്യം എന്താണ്? ഓഫീസിന് ബോംബ് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിരുന്നു അയാളുടെ പരിപാടിയെന്ന്. നീ അയാളെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത്. ഒരു സർക്കാർ ഓഫീസ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഞാൻ വില്ലേജ് ഓഫീസ് കത്തിച്ചതിനെ ന്യായീകരിച്ചല്ല മോഹനേട്ടാ. എന്ത് പറഞ്ഞാലും അക്രമം തന്നെയാ. അത് സംഭവിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ അത്താഴപ്പട്ടണക്കാരായ പാവം മനുഷ്യന്മാര് എല്ലുമുറയോ പണിതെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് 5 സെന്റോ 10 സെന്റോ ഭൂമി വാങ്ങിക്കഴിയുമ്പോ അതിന്റെ പോക്കുവരവ് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നിയമത്തിന്റെ വഴിയിലൂടെ അല്ലാത്ത എന്തെങ്കിലും വഴി പ്രയോഗിക്കും. ഗതി മുട്ടിക്കഴിയുമ്പോഴാണ് മോഹനേട്ട വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത്. നീ മാവോയിസ്റ്റായോ? ഞാനൊരു ഈസ്റ്റും ആയിട്ടില്ല. ഒരു കാര്യം പറഞ്ഞു മാത്രം. വെള്ളറടയിലെ ആ മനുഷ്യനെ പോലെ ഗതിമുട്ടി കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ എപ്പോഴാ എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. ഒന്ന് സൂക്ഷിച്ചോ. അതവൾ എന്നെ ഒന്ന് വിരട്ടിയതാണല്ലോ. എന്നാ പിന്നെ രണ്ടിലും അറിഞ്ഞിട്ട് തന്നെ. അങ്ങോട്ട് നീ എന്താ ആളെ പേടിപ്പിക്കുന്നു? ഞാൻ പേടിപ്പിച്ചല്ല മോഹനേട്ടാ. നമ്മുടെ ഈ കാലം വല്ലാത്തതാ. ആളുകൾ എന്താ ചെയ്യാ പ്രവർത്തിക്കാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ ഒരു സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മഹാത്മാഗാന്ധി സത്യസന്ധനായിരുന്നില്ലേ? യേശുക്രിസ്തു സത്യസന്ധനായിരുന്നില്ലേ? പിന്നെന്താ സംഭവിച്ചെന്ന് മോഹനേട്ടൻ അറിയാലോ. വില്ലേജ് ഓഫീസിലെ കാര്യം പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെയും മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞെന്തിനാണ്? ഞാനൊരു ന്യായമായ കാര്യം പറയും. മോഹനേട്ടൻ ഈ ചൂടാവും വരുന്നെന്തിനാ? മോഹനേട്ടാ, വില്ലേജ് ഓഫീസിൽ ഒരു ആവശ്യത്തിന് വരുന്നയാള് ഭയങ്കര പൈസക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ഒരാഫീസറും അയാളുടെ ആവശ്യം നടത്തി കൊടുക്കാതിരിക്കില്ല. ന്യായമല്ലാത്ത കാര്യമാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കില്ല. അത് മോഹനേട്ടന്റെ കാര്യം ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ മറ്റ് സർക്കാർ ഓഫീസിലെ കാര്യം മോഹനേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവപ്പെട്ടവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഒക്കെ വരുമ്പോ ഒരു നിസാര കാര്യം ചെയ്തു കൊടുക്കാൻ പോലും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മടിയാണ്. നാളെ വരൂ, മറ്റന്നാള് വാ, ഇതിനീ കുഴപ്പമുണ്ടല്ലോ, അതിനാ കുഴപ്പമില്ലേ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ മെനക്കെടുത്തുന്നതിലുള്ള അവരുടെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത്ര സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞ പ്രശ്നം ഉണ്ടാവുന്നത്. കാര്യം നടക്കാതെ വരുന്ന ചിലര് സഹി കേട്ട് എന്തെങ്കിലുമൊക്കെ കടുകി കാണിച്ചു തരിക്കും. കൊള്ളാം. നിയമം പഠിച്ച വക്കീൽ തന്നെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അയ്യോ, ഞാൻ അക്രമത്തെ ന്യായീകരിക്കല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നാണേ. വെള്ളറടയിൽ സംഭവിച്ചു പോയുള്ള സംഭവങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. കൂലിപ്പണിക്കാരനായ ഒരാൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റിനാണ് വില്ലേജ് ഓഫീസിൽ വരുന്നു എന്ന് വിചാരിക്കുക. അയാളോട് കൈക്കൂലി ചോദിക്കുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന തെറ്റ് എത്ര വലുതാണെന്ന് മോഹനേട്ടൻ തന്നെ ആലോചിച്ച് നോക്കി. അത്തരം തെറ്റുകളെ മറ്റൊരു രീതിയിലുള്ളൊരു തെറ്റുകൊണ്ട് ചിലപ്പോ സാധാരണക്കാര് നേരിടും. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നോട് പറയുന്നതിനാ? എന്റെ ഓഫീസിൽ വരുന്ന എല്ലാവരോടും ഞാൻ മാന്യമായിട്ടാണ് പെരുമാറാറുള്ളത്. ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യും. കൈക്കൂലി ചോദിക്കുകയോ വാങ്ങുകയോ ഇല്ല. പിന്നെന്താണ്? ഇതൊക്കെ ശരിയാ, പക്ഷെ വരുന്നവർക്ക് കൂടെ അത് ബോധ്യപ്പെടണ്ടേ? അപ്പോ സംഗതി പ്രശ്നമാവും. വെള്ളറടയിലെ സംഭവം പത്രത്തിൽ വായിച്ച് മറ്റാർക്കേലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊന്ന് സൂക്ഷിക്കണമെന്ന്.
നമസ്കാരം സർ. നമസ്കാരം. എന്താ ദിവാകര രാവിലെ? അത് സാറേ, എന്റെ പോക്കുവരവിന്റെ കാര്യം. ദിവാകരൻ വില്ലേജ് ഓഫീസിൽ വന്നപ്പോഴൊക്കെ പച്ച മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് നടക്കില്ല എന്ന്? കമ്പോള വിലയിൽ താഴ്ത്തി ഭൂമി രജിസ്റ്റർ ചെയ്ത് സർക്കാരിനെ പറ്റിക്കാൻ നോക്കിയിട്ട് പിന്നെ ആ ഭൂമി പോക്കുവരവ് ചെയ്യാനായിട്ട് ദിവാകരൻ ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സാറേ, ഒരബദ്ധം പറ്റിപ്പോയി, ഞാൻ സമ്മതിച്ചു. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനിപ്പോ ദിവാകരന്റെ കരണക്കുറ്റം തന്നിട്ട് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ദിവാകര, കമ്പോള വിലയിൽ താഴ്ത്തി ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ ദിവാകരൻ കൊടുത്ത പൈസ വാങ്ങി സബ് രജിസ്ട്രാർ അത് ചെയ്തു തന്നിട്ടുണ്ടാവും. പക്ഷേ വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്നത് കെ മോഹനേശ്വർ സാറാണ്. സർക്കാരിനെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടും കെ മോഹനേശ്വർ സാർ സമ്മതിക്കില്ല. സാറേ, ഇങ്ങനെ വാശി പിടിക്കരുത് പ്ലീസ്. ഞാൻ കൈക്കൂലി വേണമെന്നാണോ വാശി പിടിച്ചത്? അല്ല, സത്യവും നീതിയും നടപ്പാകണം എന്നാണ്. സത്യവും നീതിയും നടപ്പാകണമെങ്കിൽ നിയമം നടപ്പാകണം. നിയമം വിട്ട് ഒരു കളിക്കും കെ മോഹനേശ്വർ തയ്യാറല്ല. ദിവാകരൻ ഇതും പറഞ്ഞ് ഇനിയും ഇവിടെ കയറി വന്നിട്ട് ഒരു കാര്യവുമില്ല. ദിവാകര, ഒന്ന് വരൂ. ദിവാകരൻ ഇപ്പൊ ആലോചിച്ചെന്താ? ഒന്നും ആലോചിച്ചില്ല സാറേ. ദിവാകരൻ പത്രം വായിക്കാറുണ്ടോ? ഈ ഇടയ്ക്കൊക്കെ. വെള്ളറട എന്നൊരു സ്ഥലമുണ്ട് കേരളത്തിൽ, കേട്ടിട്ടുണ്ടോ? അത് ഇല്ല സാർ. നന്നായി. അതുവരെ പോയിക്കോ, ഇതുവരെ പോയിക്കോ. അപ്പൊ വില്ലേജ് ഓഫീസർക്ക് പേടിയുണ്ട്. എന്ത് പേടി? എനിക്കൊരു പേടിയില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെന്തിനാണ് പത്രം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്? അത് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ചോദിച്ചാ. അതല്ലല്ലോ സത്യം. ദിവാകരന് വെള്ളറടയിലെ സംഭവം അറിയാമെങ്കിൽ അമ്മാതിരി പണി വല്ലതും മോഹനേട്ടന്റെ ഓഫീസിൽ കാണിച്ചാലോ എന്നുള്ള പേടി, അതല്ലേ സത്യം? ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ വലിയ വീര്യം കാണിച്ചെങ്കിലും മോഹനേട്ടന്റെ ഉള്ളിൽ ചെറിയ പേടിയുണ്ടല്ലേ? അത് നല്ലതാണ്. ശമ്പളം വാങ്ങുന്നവര് കരം കൊടുക്കുന്നവരെ ഒന്ന് പേടിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്താ നീ പറഞ്ഞത്? ശമ്പളം വാങ്ങുന്നവർ കരമടയ്ക്കുന്നവരെ പേടിക്കണമെന്നോ? നാട്ടുകാരെ കരം തീർക്കുന്നതല്ലേ സർക്കാരിനുള്ള വരുമാനം. ആ വരുമാനത്തിൽ നിന്നല്ലേ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ചുരുക്കത്തിൽ ശമ്പളം തരുന്നത് ജനങ്ങളാണ്. അപ്പൊ ജനങ്ങളെ നിങ്ങൾ എന്തായാലും പേടിക്കണം. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ബഹുമാനിക്കണം. ഞാൻ എന്റെ ഓഫീസിൽ വരുന്ന സാധാരണക്കാരോട് വലിയ ബഹുമാനത്തോടു കൂടി തന്നെയാണ് പെരുമാറാറുള്ളത്. മോഹനേട്ടൻ എന്നോട് എങ്ങനെ പെരുമാറുന്നുള്ളത് എനിക്കറിയാലോ. ആ സൈസ് ബഹുമാനം ആയിരിക്കല്ലോ ഓഫീസിൽ വരുന്ന ആളുകളോട് മോഹനേട്ടൻ കാണിക്കാറുള്ളത്. സത്യം പറഞ്ഞ മോഹനേട്ടന്റെ സ്വഭാവം വെച്ചേ സാധാരണ ബോംബല്ല മോഹനേട്ട. ആറ്റം ബോംബിട്ടാല് സംശയിക്കാൻ പറ്റില്ല. നിനക്കങ്ങനെ തോന്നും. ആ തോന്നലിൽ ഒരു കാര്യമില്ലെന്ന് മാത്രം. കേരള സർക്കാർ സർവീസിൽ ഏറ്റവും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് കെ മോഹനേശ്വർ സാർ. മോഹനേട്ടൻ ഒരു സത്യസന്ധനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്യാവശ്യക്കാരായി വരുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യം നടക്കാന്നുള്ളതല്ലേ പ്രധാനം. അത് നടക്കാതെ വരുമ്പോ അവരെന്തേലും ഒക്കെ ചെയ്യും. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ആര് എന്ത് ആവശ്യത്തിന് വന്നാലും നിയമം നോക്കാതെ കാര്യം അങ്ങ് സാധിച്ചു കൊടുക്കണമെന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സാധിക്കാത്ത കാര്യമാണെങ്കിൽ സ്നേഹത്തോടുകൂടി അവരെ പറഞ്ഞു മനസ്സിലാക്കണം. വെറുതെ എന്തിനാണ് ആളുകളെ ശത്രുക്കളാക്കുന്നത്? അയ്യോ, ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ആരെങ്കിലും ബോംബടിച്ചിട്ടുണ്ടാവോ ഇനി? നമസ്കാരമുണ്ട് വക്കീലെ. പിന്നെ കള്ള് ഷാപ്പിലെ രായപ്പനെതിരെ ഒരു കേസ്. ഷാപ്പിൽ കുടിക്കാൻ ചെയ്യുന്ന ആനന്ദക്കുട്ടനെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ കൊണ്ടുകൊടുത്ത ഒരു കേസാണ്. രാജപ്പൻ ആനന്ദക്കുട്ടനെ തല്ലിയോ? അല്ലതിപ്പോ തല്ലിയോന്ന് ചോദിച്ചാ, ഇന്നലെ ഷാപ്പിൽ കള്ളു കുടിക്കാൻ ചെന്ന ആനന്ദക്കുട്ടൻ അവിടെ ഇരുന്ന് കുടി തുടങ്ങി.
ഓരോ കുപ്പി കള്ളു കുടിക്കുമ്പോഴും അവൻ രായപ്പനെ ഓരോ തെറി പറയും. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും 9 കുപ്പി കള്ള് തീർന്നു. അതിനനുസരിച്ച് തെറിയും. സഹി കേട്ടപ്പ രാജപ്പൻ ആനന്ദക്കുട്ടന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു. ആള് ഭയങ്കര ഫിറ്റല്ലേ, മൂക്കും കുത്തി തറ വീണു. നെറ്റിയില് ഒരു മുറിവുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ 2 സ്റ്റിച്ച് ഉണ്ട്, 4 സ്റ്റിച്ച് ഉണ്ട് എന്നൊന്നും പറഞ്ഞോണ്ട് വരരുത്. അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ വക്കീലെ ഒരു സ്റ്റിച്ച് ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ സഹിയായിട്ട് ചെയ്തു പോയതല്ലേ. പോലീസുകാരടുത്തത് പറയാൻ പറ്റുമോ? ആ SI ഒക്കെ ആണെങ്കിൽ രായപ്പനെ കണ്ണെടുത്താ കണ്ടൂടാ. വക്കീലിടപെട്ട പ്രശ്നം ഒന്ന് തീർക്കണം. ഞാൻ SI വിക്രമ സാറിനെ വിളിച്ചു നോക്കട്ടെ. ഉത്തം പറയുന്നതാണോ സത്യം എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ അങ്ങനെ വക്കീലിന്റെ അടുത്ത് കള്ളം പറയുന്നു തോന്നുന്നുണ്ടോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഉത്തമ, ഓ, ഉത്തമൻ പത്രമൊക്കെ വായിക്കാറുണ്ടോ? എന്താ വക്കീൽ അങ്ങനെ ചോദിച്ചാ? അല്ല, പത്രത്തിലെ ചില വാർത്തകളൊക്കെ കാണുമ്പോ നമുക്കൊക്കെ പേടിയാവില്ലേ? അതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചാലോന്നോർത്ത്. എനിക്ക് മനസ്സിലായില്ല. അതായത് ഉത്തമ, ഈ രാജപ്പൻ ആനന്ദക്കുട്ടനെ തല്ലിയത് പത്രത്തിൽ വന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പത്രം വായിച്ച് വേറെ ഏതെങ്കിലും നാട്ടിലെ വേറെ ഏതെങ്കിലും ഷാപ്പുകാരൻ അവിടെ കുടിക്കാൻ ചെല്ലുന്ന വേറെ ആരെങ്കിലും തല്ലിയാലോ? അതായത് ഈ ആനന്ദക്കുട്ടൻ രായപ്പൻ ഇവര് തമ്മിൽ അങ്ങനെ അയ്യോ പോയാ സാറേ, വക്കീൽ ഇപ്പൊ എന്താ സാറേ പറഞ്ഞിട്ട് പോയി? എനിക്കൊന്നും മനസ്സിലായില്ല. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന സ്ഥലത്ത് വില്ലേജ് ഓഫീസിൽ ഏതോ ഒരാൾ ബോംബിട്ട വാർത്ത പത്രത്തിൽ വന്നിരുന്നു. ഈശ്വര, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. സാറേ, സാറിന് ഭാർഗവൻ ചേട്ടനുമായിട്ട് വല്ല പ്രശ്നമുണ്ടാ? എന്തോ പ്രശ്നം ഉണ്ടല്ലോ. പ്രശ്നം ഭാർഗവൻ ചേട്ടൻ ഭൂമി വാങ്ങി ആധാരം എഴുതിയപ്പോൾ പുറമ്പോക്കും അതിന്റെ കൂടെ ഉണ്ട്. വില്ലേജ് ഓഫീസിൽ പോക്കുവരവ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഉടക്കിടും എന്നറിയാവുന്നത് കൊണ്ട് മെനിങ്ങാന്ന് വഴിയിൽ വെച്ച് കണ്ട് എന്നെ ഒന്ന് സോപ്പിടാൻ നോക്കി. സാർ എന്നെ സഹായിച്ചേ പറ്റൂ. ഞാൻ നാളെ അപേക്ഷയുമായി ഓഫീസിലേക്ക് വരാം. ആഫീസിലേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല. ഭൂമി വാങ്ങി ആധാരം എഴുതിയപ്പോൾ അടുത്ത് കിടന്ന പുറമ്പോക്ക് കൂടി കൂട്ടിച്ചേർക്കാൻ ആരാ പറഞ്ഞു തന്നത്? സർക്കാർ പുറമ്പോക്ക് സ്വന്തമാക്കാമെന്നുള്ള ഭാർഗവൻ ചേട്ടന്റെ മോഹം കെ മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസറായിരിക്കുന്നിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുത് സാറേ. അപേക്ഷയുമായി നേരെ ഓഫീസിലേക്ക് വന്ന സാർ ഉടക്കിടുമെന്ന് രജിസ്റ്റർ ഓഫീസിലെ കേശവൻകുട്ടി പറഞ്ഞുകൊണ്ടാ ഞാൻ സാറിനെ നേരിട്ട് കാണാൻ വേണ്ടി വന്നേ. എന്നെ നേരിട്ട് കണ്ടുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പോക്കുവരവ് നടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ആധാരവും കൊണ്ട് വരണം. ഭാർഗവൻ ചേട്ടന്റെ തട്ടിപ്പുകൾ മറ്റു പല വില്ലേജ് ഓഫീസിലും നടന്നിട്ടുണ്ടാവും. പക്ഷേ കെ മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസറായിരിക്കുന്നിടത്ത് അത് നടക്കില്ല. സാർ, ഞാൻ മേലിൽ ഇക്കാര്യം പറഞ്ഞ് വില്ലേജ് ഓഫീസിലോ എന്റെ വീട്ടിലോ ഇങ്ങനെ വഴിയിലോ വെച്ച് എന്നെ മെനക്കെടുത്താൻ വന്നാൽ ഭാർഗവൻ ചേട്ടൻ വിവരമറിയും. അപ്പൊ അതാണ് കാര്യം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഭാർഗവൻ ചേട്ടനെ കണ്ടപ്പോ അയാൾ എന്റെ അടുത്ത് പറയുകയാണ്, പത്രത്തിൽ കാണുന്നതൊക്കെ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നടക്കാൻ പോവുകയാണ് ഉത്തമ എന്ന്. എനിക്കാണെങ്കിൽ കാര്യം മനസ്സിലായില്ല. എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോ ഭാർഗവൻ ചേട്ടൻ പറയാ, മോഹനരെ സാർ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുക, വെള്ളറട സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കുമെന്ന്. എന്റെ സാറെ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഈ ഭാർഗവൻ ചേട്ടനെ ആള് കുഴപ്പക്കാരനാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ മിന്നും പിന്നെ നോക്കേയില്ല. പിന്നെ ഞാൻ ഒരു വില്ലേജ് ഓഫീസറാ. എന്നെ എന്തെങ്കിലും ചെയ്തൊക്കെ ഭാർഗവ ചേട്ടനൊക്കെ വിവരം അറിയും. ഈ വിവരം ഞാൻ പോലീസുകാരടുത്ത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാമോ? ഭാർഗവ ചേട്ടൻ അതോ. ഹലോ, അതെ ഉണ്ട്. ആര്? ആ, ഞാൻ കൊടുക്കാം. മോനട്ടാ. ആരാ? ഏതൊരു വിശുംബരൻ. ഹലോ, അതെ, എന്താണ് വിശ്വംബര? അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാണല്ലോ. വിശ്വംഭരന്റെ വാർഷിക വരുമാനം 20,000 രൂപയാണെന്ന് വിശ്വംഭരൻ പറഞ്ഞാ പോരല്ലോ. ഞാൻ അന്വേഷിച്ചപ്പോൾ വിശ്വംഭരന് 1 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് 20,000 രൂപയെന്ന് വരുമാന സർട്ടിഫിക്കറ്റിൽ എഴുതുന്നത്? വിശ്വംഭര, ഈ സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത് വിശ്വംഭരന്റെ കുടുംബ സ്വത്തല്ല. ഞാൻ വിശ്വംഭരന്റെ ശമ്പളക്കാരനും അല്ല.
സർക്കാർ ചട്ടങ്ങൾ അനുസരിച്ച് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത്തരം തട്ടിപ്പിന് വേണ്ടി വില്ലേജ് ഓഫീസിലേക്ക് വരികയോ എന്റെ ഫോണിൽ വിളിക്കുകയോ ചെയ്താൽ വിശ്വംബരം വിവരമായി. കൊള്ളാം മോഹനേട്ടാ, ഒരാളെയും കൂടി ശത്രുവാക്കി. ഇതാണോ മോഹനേട്ടൻ പറഞ്ഞത്? ആപ്പീസ് വരുന്ന ആളുകളോട് ഭയങ്കര ബഹുമാനത്തിനാണ് മോഹനേട്ടൻ പെരുമാറുന്നതെന്ന്. വെറുതെ ശല്യപ്പെടുത്തുന്ന ദേഷ്യം വരില്ലേ? മോഹനേട്ടന് ദേഷ്യം വന്നതുപോലെ അയാൾക്കും ദേഷ്യം വന്നിട്ടുണ്ടാവും. അങ്ങനെ ദേഷ്യം വന്ന് സഹിയിടുമ്പോ ചിലപ്പോ ആളുകള് തിരിച്ചു ചീത്ത വിളിക്കും, ചിലപ്പോ അടിയുണ്ടാക്കും, ചിലപ്പോ ബോംബെറി. മോഹനേട്ടന്റെ ഓഫീസിൽ ഓരോ കാര്യത്തിനായിട്ട് വരുന്നവരിൽ പകുതി പേരും ഇപ്പൊ മോഹനേട്ടന്റെ ശത്രുക്കളായിട്ടുണ്ടാവും. സൂക്ഷിച്ചോ, ബോംബ് കാന്തല്ലൂരിലും പൊട്ടും. സാറേ, എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ, അത്യാവശ്യമാണ്. അങ്ങനെ ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ ഇവിടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ചുട്ടുവച്ചേക്കല്ല. ഞാൻ പറഞ്ഞ കടലാസുകൾ ഹാജരാക്കാതെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അങ്ങനെ പറയരുത് സർ. അങ്ങനെ പറയൂ. ഇത് ഒരു സർക്കാർ ഓഫീസാണ്. ഇവിടെ ചട്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടക്കൂ. ഞാൻ ഇനി എന്താണ് സർ ചെയ്യേണ്ടത്? ജോണിക്കുട്ടിക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ ചെയ്യാം. സാറേ, സാർ ഈ പത്രം വായിച്ചോ? ഇതുപോലൊക്കെ ഇവിടെ സംഭവിച്ച എങ്ങനെയിരിക്കും സാറേ? ഗതികെട്ട് ചിലപ്പോ ഇത് ഇവിടെ നടക്കും. ജോണിക്കുട്ടിനെ പേടിപ്പിക്കണം. ഞാൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നിയമം വിട്ട് ഒന്നും ചെയ്യാത്ത മാന്യൻ. എന്നെ ഒരു പത്രവാർത്ത കാണിച്ച് പേടിപ്പിക്കുന്നു വിചാരിച്ചാൽ നടക്കില്ല. എനിക്ക് ജോണിക്കുട്ടി ഒരു പ്രശ്നമേ അല്ല. വെറുതെ എന്നെയോ വില്ലേജ് ഓഫീസിലുള്ളവരെ ദ്രോഹിക്കാൻ വന്നാലുണ്ടല്ലോ, ഈ നാട്ടിൽ പോലീസുണ്ട്, നിയമമുണ്ട്, കോടതിയുണ്ട്. സാർ എന്തൊക്കെയായി പറയുന്നേ? കൊച്ചിയിൽ ഡീസൽ വണ്ടി നിരോധിക്കാൻ പോവുകയാണെന്ന് പത്രത്തിലുണ്ട്. ഞാൻ അക്കാര്യം പറഞ്ഞത്. കുറച്ചു നാൾ കഴിയുമ്പോ ഇവിടെ ഡീസൽ വണ്ടി നിരോധിക്കായിരിക്കും, അല്ലേ സാറേ? ഡീസൽ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടി നിരോധിക്കണം. ദൈവം മനുഷ്യന് കാലുകൾ തന്നിരിക്കുന്നത് നടന്നു പോകാനാണ്, നടന്നു പോകാൻ. ഇതെന്താണ് ഈ പുള്ളി പറഞ്ഞിട്ട് പോയത്? ആളുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ നമുക്ക് എന്താ കാഞ്ഞിരസര ഒരു ഉറപ്പുള്ളത്? ഓരോരുത്തരും വില്ലേജ് ഓഫീസിൽ കയറി നമ്മളെ കൈവയ്ക്കാൻ തുടങ്ങിയാലോ? ഞാനും അതാ പ്രഭ ആലോചിക്കുന്നേ. എന്തൊരു അക്രമം ഇത്! ഇവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങി എങ്ങോട്ടെങ്കിലും പോണോന്ന് ഓർത്തോണ്ടിരുന്നതാ. ഈ പറയുന്ന സ്ഥലത്തേക്കെങ്ങാനും ഞാൻ പോയ വിവരം അറിഞ്ഞേനെ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാഞ്ചന സാറേ, നമ്മുടെ വില്ലേജ് ഓഫീസർ മോഹനേഷ സാർ ആയത് ഭാഗ്യം. എന്ത് ഭാഗ്യം? ന്യായമായ ഒരു ആവശ്യം പറഞ്ഞ് ഇവിടെ കയറി വരുന്ന സകല ആളുകൾക്കും മോഹനേഷ സാർ കൃത്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട്. 1 രൂപ കൈക്കൂലി വാങ്ങുകയില്ല. സാർ അങ്ങനെ ആയതുകൊണ്ട് നമ്മളും അങ്ങനെയായി. ചുരുക്കി പറഞ്ഞ ഈ വില്ലേജ് ഓഫീസ് കേരളത്തിലെ ഏറ്റവും വലിയ മാതൃകാ വില്ലേജ് ഓഫീസാ. ഇവിടെ കയറി വന്ന ആരെന്ത് ചെയ്യാനാ? അതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം. ന്യായമായ ആവശ്യങ്ങളായിട്ട് വരുന്നവർക്ക് കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എത്രയോ പേരുടെ കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ട്. അവരൊക്കെ വൻ സ്വാധീനമുള്ളവരും വലിയ വലിയ ആൾക്കാരും. അവര് വിചാരിച്ചാലേ നമ്മുടെ കാര്യം പോക്കാം. സ്വയം പ്രഭയ്ക്ക് പേടിയുണ്ടോ? നമസ്കാരം സാർ. സ്വയം പ്രഭയ്ക്ക് പേടിയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പേടിയില്ലാതിരിക്കോ സാർ? അത്തരം വാർത്തകളല്ലേ പത്രത്തിൽ കാണുന്നത്. ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ കയറി വന്നാലോ? സത്യത്തിന്റെയും ന്യായത്തിന്റെയും വഴിയെ പോകുന്നവർ ഒരിക്കലും പേടിക്കില്ല. ഈ ആഫീസിൽ കയറി വന്ന് എന്നെയോ നിങ്ങളെയോ ഉപദ്രവിക്കാൻ ഒരാളും ശ്രമിക്കുകയില്ല. അങ്ങനെ ഉറപ്പ് പറയാമോ സർ? കാഞ്ചനെ, ഞാൻ
ഈ നാട്ടിലെ വില്ലേജ് ഓഫീസർ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള എന്നെ ഉപദ്രവിക്കാൻ ആര് ധൈര്യപ്പെടും? എന്നെ എന്തെങ്കിലും ചെയ്താൽ നാട്ടുകാർ തെരുവിലിറങ്ങും. ഏതെങ്കിലും ഒരുത്തം കൊണ്ടുവന്ന് ബോംബിട്ട് നമ്മളെ കൊന്നിട്ട് പിന്നെ നാട്ടുകാര് തെരുവിലിറങ്ങിയിട്ട് എന്താ സാറേ കാര്യം? സ്വയം പ്രഭയ്ക്ക് പേടിയാണെങ്കിൽ ജോലി രാജിവെച്ച് വീട്ടിൽ വെച്ചോളൂ. ഞാൻ എന്തായാലും ഒരാളെയും ഒളിക്കാനും പേടിക്കാനും തയ്യാറല്ല. വരുന്നിടത്ത് വെച്ച് കാണാൻ ചങ്കൂറ്റമുള്ളവരാണ് കെ മോഹനകൃഷ്ണൻ സാർ. സ്വയം പ്രഭേ, ഭീരുക്കൾ പലവട്ടം മരിക്കുന്നു, ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ? സാറാണോ? ഇപ്പൊ പറഞ്ഞാനാ. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ജൂലിയസ് സീസറും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹലോ, അതെ, ആ ഉണ്ട്, കൊടുക്കാം. അതെയോ, ആരാണ്? ആ ശരി, പറയാം. സാറുണ്ടോന്ന് ചോദിച്ചു. കൊടുക്കാന്ന് പറഞ്ഞപ്പോ നേരിട്ട് പറയേണ്ട കാര്യമാണ്, ഇവിടെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ഭാർഗവൻ എന്നാ പേര് പറഞ്ഞത്. ഭാർഗവൻ. എന്താ, സാറിനറിയുന്ന ആളാണോ? ആ പേര് ആദ്യം കേൾക്കുക. അതേ ഭാർഗവൻ. അയാൾ എപ്പോ വരുന്ന പറഞ്ഞേ? കൃത്യസമയം പറഞ്ഞില്ല. സംസാരം കേട്ടിട്ട് ഉടനെ വരുമെന്നാ തോന്നുന്നു. നന്നായി. ആരായി ഭാർഗവൻ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഭാർഗവൻ ചേട്ടനെ കണ്ടപ്പോ അയാൾ എൻ്റെ അടുത്ത് പറയുകയാണ്, പത്രത്തിൽ കാണുന്നതൊക്കെ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നടക്കാൻ പോവുകയാണ് ഉത്തമ എന്ന്. എനിക്കാണെങ്കിൽ കാര്യം മനസ്സിലായില്ല. എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോ ഭാർഗവൻ ചേട്ടൻ പറയുക, മോഹനരെ സാർ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുക, വെള്ളറട സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കുമെന്ന്. എന്റെ സാറെ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഈ ഭാർഗവൻ ചേട്ടനെ ആള് കുഴപ്പക്കാരനാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ മിന്നും പിന്നെ നോക്കേയില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന പന്തിയല്ല. ശിശുപാല, ഞാന് താലൂക്ക് ഓഫീസർ ഒന്ന് പോകുന്നു. എന്താ സാർ ഇത്ര അത്യാവശ്യം? ഒരു വലിയ അത്യാവശ്യമുണ്ട്. ചിലപ്പോ താലൂക്ക് ഓഫീസർ ജോലി ചെയ്യുമ്പോ വൈകുന്നേരം ഒക്കെ ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോ ഇന്നിങ്ങോട്ട് വരില്ല. താലൂക്ക് ഓഫീസിൽ വൈകുന്നേരം വരെ എന്താ സാർ ജോലി? അത് ശിശുപാലനോട് പറയേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ ഇവിടുത്തെ ഓഫീസറും ശിശുപാലനോടത്തെ പ്യൂണുമാണ്. ആ ഭാർഗവൻ വരുമ്പോ എന്താ സാർ പറയേണ്ടത്? ഭാർഗവൻ വരുമ്പോ ഞാൻ എവിടെയോ പോയെന്ന് പറഞ്ഞാൽ മതി. തിരിച്ചു വരുമ്പോ ഒരു 4-5 ദിവസം എടുത്ത് പറഞ്ഞേക്ക്. 4-5 ദിവസം? എന്താ 4 ദിവസം എടുത്താല്? അയാൾ ഒരു ഭയങ്കര ശല്യക്കാരനാ. ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും കയറിക്കൊണ്ട് വരും. അതുകൊണ്ടാ. ഓ, എന്തോറ്റി? ഇതെങ്ങോട്ടാ സാറേ ഈ നേരത്ത്? ഞാൻ താലൂക്ക് ഓഫീസർ ഒന്ന് പോവാ. ഇതുവഴിയോ? ഈ വഴിക്ക് പോയാ പ്രശ്നം? അല്ല, ഇത് ദൂരെ കൂടുതലാ. കുറച്ച് ദൂരം കൂടുതലാണെങ്കിൽ തന്നെ നടക്കുന്നത് ഞാനാണല്ലോ, പ്രകാശനല്ലല്ലോ. പ്രകാശ, ഒരു നിമിഷം. ഈ ഭാർഗവൻ ചേട്ടനെ കണ്ടായിരുന്നു? ഏത് ഭാർഗവൻ ചേട്ടൻ? തടിപ്പില്ല അടുത്തത് ഭാർഗവൻ ചേട്ടൻ കണ്ടു. രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലുണ്ടായിരുന്നു. ഈ ഭാർഗവൻ ചേട്ടൻ അവിടെ വെച്ച്
പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചാ മനസ്സിലായില്ല സാറേ. എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കേട്ടില്ല. ഈ ഭാർഗവൻ ചേട്ടന്റെ സ്വഭാവം എങ്ങനെയാ? വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാണ് പ്രമാണം. ഈശ്വര, ഒരു കാര്യം ചെയ്യുമെന്ന് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞതാ. ഒരിക്കലും അതിൽ നിന്ന് മാറില്ല. മുറിയിൽ തന്നെ ഇരിക്കുന്നതാണ് ബുദ്ധി. എന്താ സാറേ? അല്ല, പ്രകാശം പോയിക്കോളൂ. പിന്നെ ഞാനിപ്പോ പറഞ്ഞതും ചോദിച്ചതൊന്നും ഭാർഗവൻ ചേട്ടനോട് പറയാൻ നിൽക്കണ്ട. അതെന്താ സാറേ? അതെങ്ങനെയാ? അല്ല, ഞാൻ അങ്ങോട്ട് പോണേ. ഈശ്വര, ദാ വരുന്നു. വില്ലേജ് ഓഫീസിലേക്കാണല്ലോ. ആരെ പേടിച്ചാണോ ഓടിയത്? അയാൾ ദാ മുന്നിൽ. ഇയാൾ രണ്ടും കൽപ്പിച്ചാണ്. പോലീസിൽ പരാതിപ്പെടുന്നവരെ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്നതാണ് ബുദ്ധി. ഭാമേ, എന്താ ആഫീസിൽ പോയില്ലേ? പോയി. അവിടെ ചെന്നപ്പോ എനിക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ട് തിരിച്ചു വന്നു. ചെറിയ തലവേദനയുടെ പേരിൽ മോനോട് തിരിച്ചു പോന്നോ? ഇത് ഞാൻ വിശ്വസിക്കൂല. ഒരാൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാതിരിക്കുന്നതിനാ? എനിക്ക് ശരിക്കും തലവേദന. തലവേദനയാണെന്ന് പറഞ്ഞതല്ല ഞാൻ വിശ്വസിക്കാത്തത്, ചെറിയ തലവേദന എന്ന് പറഞ്ഞതാ. ഒരു ചെറിയ തലവേദനയുടെ പേര് മോഹനേട്ടൻ കൊണ്ട് തിരിച്ചു പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? എന്താ പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ തലവേദനയെ പേടിക്കണമെന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു. പലതരം അസുഖങ്ങൾ അത് കാരണം വരുമെന്നാണ് പറയുന്നത്. ആഹാ, അങ്ങനെയാണ് ആശുപത്രി പോ, മരുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ തലവേദന മാറുമല്ലോ. അല്ല, ഇത്തരം തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ശരിക്കും വിശ്രമിക്കാണ് വേണ്ടത്. പത്രത്തിലെ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? തലവേദനയാണ് എന്ന് തോന്നിയാൽ 2 ദിവസം വിശ്രമിക്കണം, വീടിന് പുറത്തിറങ്ങുകയോ വെയിൽ കൊള്ളുകയോ ചെയ്യരുത്, പറ്റുന്നിടത്തോളം ആരോടും സംസാരിക്കാൻ പോലും പോകരുത് എന്നുമാണ്. അയ്യോ, അങ്ങനെ ഒരു തലവേദനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? കുടിക്കാൻ ചായ വേണോ? ഒന്നും വേണ്ട, ഞാൻ അകത്തെ മുറി പോയി കിടക്കാൻ പോവാ. ഒരു വിധത്തിലുള്ള ശല്യം ചെയ്യല്ലേ. ആരെങ്കിലും എന്നെ കാണാൻ വന്നാ ഞാൻ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് പോയി കിടന്ന് പറഞ്ഞാൽ മതി. അതെന്താ അങ്ങനെ പറയണേ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ അവര് സംസാരിക്കാനും പിന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് വരില്ലേ. അങ്ങനെ അവരോട് സംസാരിച്ചാൽ പിന്നെ എന്റെ തലവേന പിന്നെ കൂടും. അതുകൊണ്ട് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. എനിക്കൊന്നും അങ്ങ് പിടി കിട്ടുന്നില്ലല്ലോ മോഹനേട്ടാ. മോഹനേട്ടനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായതാ. അതിനിടയിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പനി പിടിച്ച് വിറച്ച് കിടന്നപ്പോ പോലും ആഫീസിൽ പോയ ആളാണ് മോഹനേട്ടൻ. അതൊക്കെ പണ്ട്. അന്ന് ഇത്തരം തലവേന ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നത്. അല്ല, ഹലോ, മോഹനേട്ടൻ സാറല്ലേ? ആണെങ്കിൽ സാറേ, ഞാൻ ഭാർഗവനാ. സാറേ, ഞാൻ സാറിനെ കാണാൻ ഓഫീസിൽ വന്നപ്പോ സാറ് താലൂക്ക് ഓഫീസിൽ പോയെന്ന് പറഞ്ഞു. താലൂക്ക് ഓഫീസിൽ പോകാൻ വന്നപ്പോ വഴിയിൽ വെച്ച് പുരുഷോത്തമനെ കണ്ടു. പുരുഷോത്തമനെ പറഞ്ഞത് സാർ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്. പുരുഷോത്തമനെ ഞാൻ വെച്ചിട്ടുണ്ട്. സാറേ, ദേഷ്യം വന്നപ്പോ ഞാനെന്തോ പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. കുടിച്ച കള്ളിന്റെ പുറത്ത് ഉത്തമനോട് ഞാൻ എന്തോ പറഞ്ഞു, അത് സാറ് കാര്യമാക്കരുത്. സാറ് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകണമെന്ന് ഉത്തമൻ പറഞ്ഞു. സാറ് ദൈവത്തോർത്ത് ഉപദ്രവിക്കരുത്.
എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. ഈശ്വര, ഇത്രേ ഉണ്ടായിരുന്നുള്ള. ഞാൻ എന്തിനാ വെറുതെ പേടിച്ചത്? തീരെ വൈകി മോഹനേട്ടൻ പോയി കിടക്കാൻ നോക്ക്. ഇനി വരുന്ന ഫോണൊക്കെ ഞാൻ എടുത്തോളാം. എനിക്ക് ആഫീസിൽ പോണ്ടേ? ഓഫീസിലോ? നീ എന്താ ഓഫീസിൽ നിന്ന് കേട്ടിട്ടില്ലേ? ഓഫീസിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓഫീസിൽ നിന്നല്ലേ മോഹനേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാൻ തിരിച്ചു പോകാൻ പോവാ. അപ്പൊ മോഹനേട്ടൻ തലവേദനയോ? അതായത് തലവേദനയൊക്കെ മാറി. ഇത്ര പെട്ടെന്നോ? ഒരു തലവേദന മാറാൻ ഒരുപാട് സമയമൊക്കെ വേണോ? എനിക്കിപ്പോ തലവേദനയില്ല. ഞാൻ ഓഫീസിൽ പോകാൻ പോവാ. മോഹനേട്ടൻ ഭ്രാന്താണോ? ഭ്രാന്തായോന്ന്? ഓഫീസിൽ പോകുന്ന എങ്ങനെ ഭ്രാന്താവുന്നത്? വെറുതെ എന്റെ അടുത്ത് വേഷം കിടക്കാൻ നിൽക്കല്ലേ. മോഹനേട്ടൻ ഓടിപ്പാഞ്ഞു വന്നത് തലവേദന കാരണമല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഒരു തലവേദന എന്നല്ല, ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങൂല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇവിടെ വന്ന് അകത്ത് കയറിയിരിക്കാനായിരുന്നു സാറിന്റെ പരിപാടി. പക്ഷേ മോഹനേട്ടന്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ വന്ന ഈ ഫോൺ കോളിൽ തീർന്നു. അതുകൊണ്ട് മോഹനേട്ടൻ ഇപ്പൊ തിരിച്ചു പോകുന്നു. അതല്ലേ സത്യം? നിനക്ക് എങ്ങനെ അറിയാം? 3 നേരം അരിയാഹാരം കഴിക്കുന്ന ഒരു വക്കീലായി പോയില്ലേ ഞാൻ. ആരുടെ ആയിരുന്നു ഫോൺ? ഭാർഗവന്റെ. ഭാർഗവൻ ചേട്ടന്റെ. അതാര്? അതൊരാള് പറയാണെങ്കിൽ ഒരുപാടുണ്ട്. വൈകിട്ട് ഓഫീസ് വന്നിട്ട് പറയാം. ഇപ്പൊ കഥയെ പറഞ്ഞോണ്ടിരുന്ന താമസമില്ലേ? ചിരിക്കണ്ട, എല്ലാത്തിനും കാരണം നീയാ. വെറുതെ ഇരിക്കുന്ന മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് എങ്ങനെയൊക്കെ പറ്റും? പറയുമ്പോൾ വീരശൂര പരാക്രമിയാണെങ്കിലും പേടി തീരെ ഇല്ലാതിരിക്കുമോ? പത്രത്തിൽ കാണുന്നതും നാട്ടിൽ കേൾക്കുന്നതുമൊക്കെ വച്ച് നോക്കിയാൽ പേടിക്കേണ്ട കാലമാണ്. മോഹനകൃഷ്ണനും പേടിച്ചുപോയി, അത്രയേ ഉള്ളൂ. വിചാരിച്ച അപകടങ്ങൾ കൂടാതെ പ്രശ്നം തീർന്ന നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.